ഹലോ, നമസ്കാരം. ഞങ്ങള് മീഡിയ കമ്മീഷന്റെ ഭാഗമായിട്ട് പുതിയതുറ സെന്റ് വരുന്നത്. എന്തെങ്കിലും പുണ്യാളന്റെ അനുഗ്രഹങ്ങളോ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഇഴജന്തുക്കളുടെ ശല്യം അത് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ വീട്ടിൽ ഇങ്ങനെ ഇഴജന്തുക്കളൊക്കെ
അതൊക്കെ വരും. അപ്പൊ ഇവിടെ വന്ന് നേർച്ച നിന്ന് പ്രാർത്ഥിക്കുമ്പോഴ് അതിന്റെ ശല്യമൊക്കെ മാറും. ഓക്കെ, അറിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് ആരാണ്? അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്? അറിയോ? ഓക്കെ, കറക്റ്റ് ആണ്. സ്ഥലം എവിടെയാണെന്ന് അറിയോ? പുതിയ. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ആൻസർ പറഞ്ഞ എവിടുന്ന ചെങ്കലിൽ നിന്ന് വന്ന ഫാമിലിക്ക് സമ്മാനം നൽകുവാനായിട്ട് നമ്മുടെ ജനറൽ കൺവീനർ നിക്ലോസ് മൊറൈസ് അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. വീണ്ടും പറഞ്ഞത് നമ്മുടെ ഇടവകയിൽ. താങ്ക് യു. കാണും, നമ്മൾ പുതിയതര സെന്റ് നിക്ലോസ് ദേവാലയത്തിൽ നിന്ന് മീഡിയ കമ്മീഷന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പൊ എവിടുന്ന് വരുന്നു? ഈഴക്കോണം. എവിടുന്ന് വരുന്നു? ഈഴക്കോണത്തുനിന്നാണ്. പേര് രേഷ്മ. എത്ര പഠിക്കുന്നു മോള്? തേടിയാണ്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? എന്തെങ്കിലും പുണ്യാളന്റെ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വരാറുണ്ട്. ഇഷ്ടമാണോ ഇവിടെ വരുന്നത്? ബീച്ചിലൊക്കെ വരാറുണ്ടോ? വന്നിട്ടേ പോളല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളൊരു ചെറിയൊരു അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിശുദ്ധ പുണ്യാളന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ഏതാണെന്ന് അറിയോ? ജോർജിയ. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഈ ആൻസർ നേരത്തെ അറിയായിരുന്നോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആൻസർ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് രേഷ്മയ്ക്കും ഫാമിലിക്കുമാണ് ഇത്തവണത്തെ സമ്മാനം ലഭിക്കുന്നത്. സമ്മാനം നൽകുന്നതിനേക്കായി നമ്മുടെ ജനറൽ കൺവീനർ നിക്ലോസ് മൊറൈസ് അങ്കിളിനെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഉത്തരം വളരെ കറക്റ്റായിരുന്നു. സമ്മാനമായി നൽകുന്ന ഈ പുസ്തകത്തിൽ വിശുദ്ധനെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചുള്ള എല്ലാ ഉദ്യോഗവും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇത് വായിച്ചു മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും വിശുദ്ധന്റെ സന്നിധിയിലെത്താൻ നിങ്ങൾ വിശുദ്ധൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പുസ്തകം നിങ്ങൾക്ക് നൽകുകയാണ്. ഒരു വിശുദ്ധന്റെ ഒരു ടീച്ചറാണ്. ഹലോ, നമ്മുടെ പുതിയതര ഇടവകയിലെ മീഡിയ കമ്മീഷന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ എവിടെന്നാ വരുന്നത്? പാറശാല. ഓക്കെ, നിങ്ങൾ പാറശാല. അമ്മ എവിടുന്ന? ഒരുമിച്ച് വന്നതാണ്. ഓക്കെ, പേരെന്താണ്? ഷീജ. മോളുടെയോ? അഭിനയ. മോളുടെ? അജി.
10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിരിക്കുന്നു. മോന് എക്സാം എഴുതിയിരിക്കുവാണ്. ഓക്കെ, നിങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്? ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? പുണ്യാളന്റെ എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് നിലവില്? അങ്ങനെ എന്താണ് പറയൂ. എന്തെങ്കിലും 1-2 പോയിന്റ്സ് സ്പെഷ്യലായിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ മതി. ചേച്ചിക്ക് മാറി കിട്ടിയ. ഓക്കെ, അങ്ങനെ പറയാനൊന്നുമില്ല. മക്കൾക്ക് എന്തെങ്കിലും ഇവിടെ പുണ്യാളനോട് പ്രാർത്ഥിച്ച് എക്സാമിനൊക്കെ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? അനുഭവം പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ആൻസർ പറയുന്നവർക്ക് നമ്മളൊരു സമ്മാനം തരുന്നുണ്ട്, ഒരു പ്രോത്സാഹനമായിട്ട് കരുതണം. അപ്പോ ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? നെറ്റോ പിതാവ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വേറൊരു പേരുണ്ട്, തോമസ് ജെ നെറ്റോ. കറക്റ്റ് ആൻസർ ആണ്. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? പുതിയതോർ. അതെ, നമ്മുടെ തന്നെ നാട്ടുകാരനാണ് നമ്മുടെ ആർച്ച് ബിഷപ്പ്, നമ്മുടെ നെറ്റോ പിതാവ്, നമ്മുടെ പിതാവ്. അപ്പോ ഈ ആൻസർ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ വള്ളവളിയിൽ നിന്ന് വന്ന ഫാമിലിക്ക് നമ്മളൊരു ചെറിയൊരു സമ്മാനം കൊടുക്കുവാണ്. നമ്മുടെ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ ഒരു പുസ്തകമാണ്. നമ്മുടെ ഇടവകയിൽ തന്നെ ഒരു മകൻ എഴുതിയതാണ്. ചേച്ചി പറഞ്ഞ 2 പേരും കൂടി വാങ്ങിച്ചോ. 2 പേരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. ഇനിയും വരിക. നമ്മുടെ ഇടവകയില് പുണ്യാളന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഉറപ്പായിട്ട് കിട്ടട്ടെ. ഇത് ചെറിയൊരു കീച്ചേനാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും വരെ കേട്ടോ. നാടിലോട്ട് പോകാം. ഹലോ, അപ്പോൾ നമ്മൾ പുതിയതര മീഡിയ കമ്മീഷന്റെ ഭാഗമായിട്ട് വരികയാണ്. നമ്മൾ നിങ്ങളുടെ ഒരു അനുഭവം ചോദിക്കാനായിട്ട് വന്നതാണ്. എവിടെ നിന്ന് വരുന്നു? ചപ്പാത്ത്. പേരെന്താണ്? ആര്യ. ഒറ്റയ്ക്കാണോ വന്നത്? ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും പുണ്യാളന്റെ അനുഗ്രഹങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള സാക്ഷി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇത് ഇവിടെ വന്ന് എത്ര വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്? എന്തെങ്കിലും അനുഭവങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അപ്പൊ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ്
എന്ന വാക്കിന് അർത്ഥം എന്താണ്? അറിയില്ല. ഓക്കെ, നമ്മൾ അടുത്ത വീണ്ടും പറഞ്ഞു കേട്ടോ. ഓക്കെ, ഹലോ ഹലോ ചേച്ചി ചേച്ചി, നമ്മൾ പുതിയതറ മീഡിയ കമ്മീഷന്റെ ഭാഗമായിട്ട് വരുവാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വെള്ളറട. എല്ലാവരും വെള്ളറടയാണോ? പെരുങ്കടവള. ഓക്കെ ചേച്ചി, വെള്ളറട. ഓക്കെ, നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ആദ്യമായിട്ട് വരുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ട് വന്നതാണോ? സന്തോഷം. ആരെങ്കിലും പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ വന്ന അനുഗ്രഹം പറഞ്ഞറിവുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞ അറിവുണ്ട്. അതിനെ തുടർന്നാണ് നിങ്ങൾ എല്ലാവരും വന്നത് അല്ലെ? അപ്പോ എവിടുന്ന്, എന്റെ പേരെന്ന് പറയുന്നത്? സോറി, റോസ്മേ. ചേച്ചിയുടെ പേരെന്താ? സജികല. പൂജ. ചേച്ചിയുടെ പേരെന്താ? ദീന. അപ്പൊ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ആൻസർ പറയോ? വിശുദ്ധ, ചോദ്യം ഇതാണ്, വിശുദ്ധ ഗീവർഗീസ് എന്ന വാക്കിനർത്ഥം. വിശുദ്ധ ഗീവർഗീസ് എന്ന വാക്കിനർത്ഥം. ഓക്കെ, കറക്റ്റ് ആണ്. കൃഷിക്കാരനാണ്, ഭൂമിയിൽ വിളവെടുക്കുന്നവൻ. പുത്തൻതുറ, പുല്ലുവിള, അവണാകുഴി. അമ്മ ചേച്ചി? കാഞ്ഞിരംകുളം. മോളെ? കാഞ്ഞിരംകുളം. ഓക്കെ, ഇവിടെ എല്ലാ വർഷവും വരാറുണ്ടോ? എന്തെങ്കിലും പുണ്യാളന്റെ എന്തെങ്കിലും അനുഗ്രഹങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ വന്നതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഒന്ന് പറയാമോ? എന്താണ്? എപ്പോഴും വന്ന് മക്കളില്ലായിരുന്നു, ഞാൻ എപ്പോഴും വന്ന് എല്ലാ വർഷവും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പിള്ളേർ കിട്ടി. അങ്ങനെയാണ് എല്ലാ വർഷവും വരുന്നത്. അപ്പൊ നമ്മുടെ പുണ്യാളൻ സ്പെഷ്യൽ ആണ്. താങ്ക് യു സോ മച്ച് അമ്മേ. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വന്ന ശേഷം നല്ല സന്തോഷ സമാധാനമൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു. അമ്മയ്ക്ക് അനുഗ്രഹം തരും. എന്താ? കട്ടിയുള്ളവർക്ക് കട്ടി വാങ്ങുമ്പോൾ ഞാൻ എന്താ കട്ടിയൊക്കെ ശരിയാവും. ഓ, അങ്ങനെ. ഓക്കെ, തമിഴ്നാടാണോ? തമിഴ്നാട്ടിൽ എവിടെയാ? എലയം പുത്തൻതുറ. ഓക്കെ, പുല്ലുവള. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നമ്മുടെ പുണ്യവാളന്റെ പെരുന്നാള് എപ്പോഴാണ്, ഏത് ദിവസമാണ് എല്ലാ വർഷവും നമ്മളിവിടെ ആഘോഷിക്കുന്നത്? വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ തിരുനാള് എല്ലാ വർഷവും ഏത് ദിവസമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്? അറിയോ? മെയ്യിലാണ്. അതിനൊരു ഡേറ്റ് ഉണ്ട്, അറിയോ? മെയ്യിലാണ്, അതിനൊരു ഡേറ്റ് ഉണ്ട്. ആർക്കെന്താ അറിയോ? നമുക്കറിയാം. 2, 3. അത് 2, 3 ഈ വർഷം ആഘോഷിക്കുന്നതാണ്. എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ് ചോദിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് കൊടിയേറുന്നത്. ഓക്കെ, അതിനൊരു നമ്മൾ പ്രത്യേക രീതിയിൽ പറയും ഏത് ദിവസങ്ങളിലാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നതെന്ന്. ചേച്ചിക്ക് അറിയോ? വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ പുണ്യവാളന്റെ തിരുനാള് ഇവിടെ ആഘോഷിക്കുന്നത് ആദ്യ ശനിയും ഞായറുമാണ്. നമ്മളിവിടെ പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നതാണ്. ചേച്ചിയുടെ പേര് എങ്ങനെ പറയാം? ശിവ. ചേച്ചിക്ക് ചെറിയൊരു സനൽ. ഓക്കെ, ചേച്ചി എവിടെയായിരുന്നു? ഓക്കെ, അപ്പൊ വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞ ശിവിക്ക് സമ്മാനം നൽകുവാനായിട്ട് നമ്മുടെ ഇടവകയിലെ ഫാദർ വിപിൻ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
അങ്ങോട്ട്. കൺഗ്രാറ്റുലേഷൻ പറയട്ടോ. താങ്ക് യു. വീണ്ടും പറഞ്ഞു കേട്ടോ. ഹായ് ചേട്ടാ, നമസ്കാരം. നമ്മൾ മീഡിയ മിഷന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സെന്റ് നിക്കോളാസ് ദേവാലയമാണ്, അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങളോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, പിന്നെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എവിടെ നിന്ന് വരുന്നു? പൂന്ത്ര. പൂന്ത്ര. മോന്റെ പേര്? ഇവാലിൻ. എന്റെ പേര് ജലീഷ. അപ്പൊ ഇവിടെ എത്ര വർഷം കൊണ്ട് വരുന്നു? 25 വർഷം. ഇവിടെ ഉള്ളിലുള്ള കല്യാണം കഴിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ പുണ്യാളൻ നിങ്ങൾക്ക് നേടി തന്നിട്ടുണ്ടോ? എന്തെങ്കിലും അനുഭവങ്ങൾ, ചെറിയൊരു രീതിയിലൊരു അനുഭവം പങ്കുവെക്കാമോ? പുണ്യാളന്റെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മള് അതില് പുണ്യാളന്റെ ആ ഫോട്ടോയുടെ തൊട്ടപ്പുറത്താണ് ചേര വന്നത്. ചേര. അപ്പോൾ നമുക്കത് കാണിച്ചു ചേര അവിടെ നമ്മൾ കണ്ടിട്ടാണ്. നമ്മൾ അതിനടുത്ത് വെച്ചിട്ടാണ് ഈ ചേര കണ്ടത്. ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഗീവർഗീസിനാണല്ലേ നമുക്ക് കാണിച്ചു തന്നിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ സന്തോഷം ഇത് കേട്ടത്. പുണ്യാളൻ എല്ലാവിധ അനുഗ്രഹവും നിങ്ങളെ കുടുംബത്തിൽ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഇവിടെ എല്ലാ വർഷവും വരാറുണ്ടോ? പെരുന്നാളിന് വരാറുണ്ട്, കൊടിയേറ്റിനൊക്കെ വരാറുണ്ടോ? അപ്പൊ നമ്മുടെ ഈ കൊടിയേറ്റ് എല്ലാ വർഷവും ഏത് ദിവസമാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൊടിയേറ് ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഏത് ദിവസം? ഇപ്പൊ തിങ്കൾ മുതൽ ഞായർ വരെ ഉണ്ട്. അതിൽ ഏത് ദിവസമാണ് നമ്മൾ ഇവിടെ കൊടിയേറ്റ് ആഘോഷിക്കുന്നത്? വെള്ളിയാഴ്ചയാണ്. നമ്മുടെ പുണ്യാളന്റെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ച തന്നെയാണ്. വളരെ കറക്റ്റ് ആയിട്ടാണ് പൂന്തറയിൽ നിന്ന് വന്ന ഫാമിലി ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള സമ്മാനം നൽകുവാനായി നമ്മുടെ ഫാദർ, ബഹുമാനപ്പെട്ട ഫാദർ വിതിൻ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. നമ്മോടൊപ്പം സഹകരിച്ച അപ്സര സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാശംസകളും നേരുന്നു. ഇത് നമ്മുടെ ഇടവകയിലെ അച്ഛന്മാർ ബ്ലെസ് ചെയ്യാണ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പുണ്യാളന്റെ അനുഗ്രഹം വേണമെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ഇന്നും നാളെയും കൂടിയേ നമ്മുടെ പരിപാടി നടക്കുകയുള്ളൂ. നാളെയാണ് നമ്മുടെ അവസാനത്തെ പെരുന്നാൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക, പുണ്യാളന്റെ അനുഗ്രഹം പ്രാപിക്കുക. താങ്ക് യു സോ മച്ച്.